നമസ്കാരം. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ഉണ്ണിക്കുളം ഗ്രാമപഞ്ചായത്തിലെ കാന്തപുരം എന്ന കൊച്ചു ഗ്രാമത്തിൽ മൗത്തേരി അഹമ്മദിൻ്റെയും കുഞ്ഞാമിയുടെയും മകനായി 1939 മാർച്ച് 29 ആലുങ്ങൽ പൊയിൽ എന്ന നിർധന കുടുംബത്തിൽ ജനിച്ചയാളാണ് AP അബൂബക്കർ മുസ്ലിയാർ എന്ന ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ് കാന്തപുരം. പ്രാഥമിക വിദ്യാഭ്യാസം MLP സ്കൂൾ കാന്തപുരം. ശേഷം പുത്തൂർ അബ്ദുള്ള മുസ്ലിയാരിൽ നിന്ന് മതപഠനവും ഖുർആൻ പഠനവും നടത്തി. 1961 ഉപരിപഠനത്തിനായി വെല്ലൂർ ബാക്കിയാത്തു സാലിഹാത്ത് അറബിക് കോളേജിൽ ചേർന്നു. 1962 മങ്ങാട് ജുമാ മസ്ജിദ് ദർസ് ആരംഭിച്ചു. 1974 ഏപ്രിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഷാവറ അംഗമായി കാന്തപുരം നിയമിതനായി. 1981 മുതൽ 1988 വരെ മർക്കസ് ശരിയത്ത് കോളേജ് അധ്യാപകനായി പ്രവർത്തിച്ചു. 1989 സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹനീയ പ്രസ്ഥാനത്തിന് ശക്തമായ വിള്ളലുണ്ടാക്കി. രണ്ടാക്കി പിളർത്തിയത് AP അബൂബക്കർ മുസ്ലിയാരുടെ കുതന്ത്രത്തിന്റെ ഏറ്റവും വലിയ തുടക്കമാണ്. കേരളത്തിൽ ഉലമ എന്ന പ്രസ്ഥാനത്തെ അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയായി സ്വയം പ്രഖ്യാപിതനായി. ശേഷം മർക്കസു സഖാഫത്തി സുന്നിയയുടെ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് സ്വയം ഏറ്റെടുത്തു. ബഹുമാന്യനായ സൂഫി വര്യനായ EK അബൂബക്കർ മുസ്ലിയാരുടെ കാർമ്മികത്വത്തിൽ തുടങ്ങിയതാണ് മർക്കസു സഖാഫത്തി സുന്നിയയുടെ പ്രധാനപ്പെട്ട രേഖകൾ കൈവശപ്പെടുത്തുകയായിരുന്നു AP അബൂബക്കർ മുസ്ലിയാർ. യത്തീംഖാനയുടെ ഒരു വൻ ശൃംഖല തന്നെ AP അബൂബക്കർ മുസ്ലിയാരുടെ സാന്നിധ്യത്തിൽ കേരളത്തിൽ സജീവമായി പ്രവർത്തിച്ചു. ദീനി സ്നേഹികളും ദാനമതികളുമായ ആളുകളെ തേടി കോടിക്കണക്കിന് രൂപയാണ് പിരിച്ചെടുത്തത്. ഇതോടെ വിദേശ രാജ്യങ്ങളിൽ വ്യാപകമായ രീതിയിൽ ഉല്ലാസയാത്ര നടത്താനും കോടികൾ പോക്കറ്റിലാക്കാനും സമയം കണ്ടെത്തുകയായിരുന്നു. പിന്നെ വിവാദ സാരഥിയാണ്. AP അബൂബക്കർ മുസ്ലിയാർ സൗദി അറേബ്യയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ അനധികൃതമായി പിരിച്ചതിൻ്റെ പേരിൽ തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. കേരളത്തിലെ അബൂബക്കർ മുസ്ലിയാർക്ക് ഉജ്ജ്വലമായ സ്വീകരണമാണ് അന്ന് ഒരുക്കിയിരുന്നത്. ഇമാം റാസി മുസ്ലിം എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കമാലിയ മെഡിക്കൽ കോളേജ് കൈവശപ്പെടുത്താനും ബിസിനസ് പാർട്ണറായ ബിലീവേഴ്സ് ചർച്ചിന്റെ ചെയർമാനായ KP യോഹന്നാനി വിൽപ്പന നടത്തിയതും വൻ വിവാദങ്ങൾക്ക് വഴിവെച്ചു. നിയമപരമായ ചേങ്ങന്നൂർ മൗലവിയെ വധക്കേസിൽ 10ാം പ്രതിയായിരുന്ന AP അബൂബക്കർ മുസ്ലിയാരെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഉന്നത രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കോടിക്കണക്കിന് രൂപ കൈക്കൂലി നൽകിയും രക്ഷപ്പെടുകയായിരുന്നു. ചെങ്ങന്നൂർ മൗലവി വധക്കേസ് 1ാം പ്രതി PV ഹംസ സഖാഫി അടക്കമുള്ള എല്ലാ പ്രതികളെയും CBI പ്രത്യേക കോടതി വെറുതെ വിടുകയായിരുന്നു. ആദ്യ ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും പിന്നീട് CBIയും അന്വേഷിച്ചെങ്കിലും ചെങ്ങന്നൂർ മൗലവി കൊല്ലപ്പെട്ടതായ രേഖയില്ലെന്ന കാരണത്താൽ കോടതി പ്രതികളെ വെറുതെ വിടുകയായിരുന്നു. 1993 ജൂലൈ 23 ദുരൂഹ സാധ്യതയിൽ കാണാതായ PK മുഹമ്മദ് അബ്ദുൽ ഹസൻ മൗലവി ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ അന്വേഷണ ഏജൻസികൾക്കോ കോടതികൾക്കോ തയ്യാറായില്ല. എല്ലാം പണത്തിന് വേണ്ടിയായിരുന്നു. എല്ലാ സ്വാധീനവും തള്ളപ്പെടുകയായിരുന്നു. കാന്തപുരത്തിന് സൗദിയിലെ ഒരു പൗരൻ പ്രവാചക തിരുകേശം നൽകി എന്ന് സ്വയം പ്രഖ്യാപിച്ചതോടെയാണ് വിവാദങ്ങൾക്ക് വീണ്ടും ആരംഭിച്ചത്. മുടിപ്പള്ളി നിർമ്മാണത്തിന് 40 കോടി രൂപ വേണമെന്ന് പറഞ്ഞ് AP അബൂബക്കർ മുസ്ലിയാർ കേരളത്തിൽ നിന്നും വിദേശത്തു നിന്നായി 4000 കോടിയിലധികം രൂപ കൈവശപ്പെടുത്തിയെന്നാണ് പ്രമുഖ മുസ്ലിം മതപണ്ഡിതന്മാരുടെ ആരോപണം. മുടിപ്പള്ളി നിർമ്മാണത്തിനെതിരെ പ്രമുഖ മുസ്ലിം പണ്ഡിതന്മാരും മുസ്ലിം സംഘടനാ നേതാക്കന്മാരും ശക്തമായി എതിർപ്പുമായി രംഗത്ത് വന്നതോടെ മുസ്ലിം പള്ളിക്ക് വേണ്ടി പിരിവെടുത്ത 4000 കോടി രൂപ എന്ത് ചെയ്തെന്ന് മുസ്ലിം സമുദായത്തിന്റെ ചോദ്യത്തിന് മൗനം മാത്രമാണ് മറുപടി. അതിനിടയിലാണ് CPMന്റെ ജനറൽ സെക്രട്ടറി സഖാവ് പിണറായി വിജയന്റെ പ്രസ്താവന. മുടി വേസ്റ്റാണെന്നും മുടി ഉപേക്ഷിക്കപ്പെടേണ്ടതാണെന്നും പിണറായി വിജയന്റെ പ്രസ്താവനയോടെ AP അബൂബക്കർ മുസ്ലിയാർ ക്ഷുഭിതനായി. മുടിക്കെതിരായി പറഞ്ഞ തിരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് CPMന് നൽകില്ലെന്നും തിരഞ്ഞെടുപ്പ് ഫണ്ട് നൽകില്ലെന്നും പ്രസ്താവന ഇറക്കിയതോടെ സഖാവ് പിണറായി വിജയൻ മർക്കസിൽ എത്തി AP അബൂബക്കർ മുസ്ലിയാരെ കണ്ട് ക്ഷമാപണം അറിയിക്കുകയായിരുന്നു. അരിവാൾ സുന്നിയായ AP അബൂബക്കർ മുസ്ലിയാരെ പിണക്കിയാൽ കേരളത്തിൽ LDF 8 നിലയിൽ പൊട്ടുമെന്ന് സഖാവ് പിണറായി വിജയന് അറിയാമായിരുന്നു. UAE കോൺസുലേറ്റുടെ സ്വർണവും ഡോളറും കടത്തിയ കേസും AP അബൂബക്കർ മുസ്ലിയാരും മകൻ AP അബ്ദുൽ ഹക്കീം അസ്അരിയും പ്രതിയാണ്. ഈ കേസും BJP നേതൃത്വം ഒതുക്കിയെന്നാണ് സൂചന.
AP അബൂബക്കർ മുസ്ലിയാർക്കും കുടുംബത്തിനുമെതിരായി കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED അന്വേഷണം നടന്നു. AP അബൂബക്കർ മുസ്ലിയാർ മകൻ AP അബ്ദുൽ ഹക്കീം അസ്ഹരിയുടെ ഭാര്യ അബൂബക്കർ മുസ്ലിയാരുടെ ഭാര്യ, അബൂബക്കർ മുസ്ലിയാരുടെ മകന്റെ ഭാര്യ, മകളുടെ ഭർത്താവ് C മുഹമ്മദ് ഫൈസി എന്നിവർ അനധികൃതമായി ശതകോടികളുടെ ഭൂമി ഇടപാടുകളും മറ്റ് ഫ്ളാറ്റുകൾ, ബിൽഡിങ്ങുകൾ എന്നിവ, ആഡംബര ഭവനങ്ങൾ, ആഡംബര വാഹനങ്ങൾ എന്നിവയും സംബന്ധിച്ച് നടന്ന അന്വേഷണം ഉന്നത BJP നേതാക്കന്മാർക്ക് പാർട്ടി ഫണ്ടായും മറ്റും നൽകി എന്നാണ് BJPയുടെ ഉന്നത നേതാവിൻ്റെ വെളിപ്പെടുത്തൽ വിവാദമായിരിക്കുന്നത്. ഉന്നത BJP നേതാക്കന്മാർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നോഡൽ സിറ്റിയിലും മറ്റും നൽകി സഹായിക്കുന്നതായും BJPയുടെ പ്രാദേശിക നേതാക്കളും സാക്ഷ്യപ്പെടുത്തുന്നു. ഇപ്പോഴിതാ കാസർഗോഡ് ഹണി ട്രാപ്പിലൂടെ കോടീശ്വരന്മാരെ വലയിലാക്കിയ ജിന്നുമ്മ KH ഷാഹിനയുടെ വീട്ടിൽ AP അബൂബക്കർ മുസ്ലിയാർ നിത്യ സന്ദർശകനാണെന്ന് ഷാഹിനയുടെ അയൽവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഷ്റഫ, പിന്നെ സുഖം തന്നെയല്ലേ? പിന്നെ നമ്മൾ ഈ ജിന്നുമാൻ്റെ ഇപ്പോൾ സംഭവം എല്ലാം നടന്നില്ലേ? അപ്പോൾ ഈ ജിന്നുമാൻ്റെ പോരെ കുടിക്കില്ല AP ഉസ്താദെല്ലാം വന്നില് ആടെ വൃദ്ധ എന്തിപ്പോൾ സലാത്ത് വാർഷികം എന്തെല്ലാം ഉണ്ടായിരുന്നില്ല അന്ന്. ജിന്നുമാൻ്റെ ഭർത്താവ് ജിന്നുമെന്ന് പറഞ്ഞ ജനങ്ങളുടെ ഭർത്താവ്. അപ്പോൾ AP ഉസ്താദ് ഈ ചിത്തിലേക്ക് പോലും ഈ പെണ്ണുങ്ങളെ എന്തോ അക്യുപഞ്ചറിൻ്റെ എന്തോ ചികിത്സ ആക്കാൻ വേണ്ടിയിട്ട് കൊണ്ടാനുള്ള പരിപാടികൾ തുടങ്ങി. അത് ഇവർ അക്യുപഞ്ചർ ചികിത്സ നടത്തിക്കൊണ്ടായിരുന്നല്ലോ. ഇങ്ങനത്തെ കഥ ഉണ്ട് ഇതിൻ്റെ വാക്കൽ. ഈ AP ശിഷ്യനെന്ന് AP ആൾക്കാരാണ് ഇവർ.